മാറ്ററാണ്. ജോളി ചേച്ചി, എൻ്റെ ഒരു ഏർലി ഡേയ്സ് ഓഫ് ജേർണലിസം കരിയർ തൊട്ടിട്ട് ഞാനൊരു സ്റ്റോറി എഴുതിയ അല്ലെങ്കിൽ ഒരു മിക്കവാറും എൻ്റെ സ്റ്റോറികളിൽ കാണുന്ന ഒരാളാണ് ജോളി ചിറയത്ത്. ബിക്കോസ് somehow she speaks what I want most of the time. അപ്പോൾ ജോളി ചേച്ചി ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഇപ്പം എനിക്ക് ഭയങ്കര അങ്കമാലി ഡയറീസിലെന്നത് ഞാനത് മറ്റേ ആ അങ്കമാലി ഡയറീസിൽ വീട്ടിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കണ ഒരു സീനുണ്ട്. മോൾക്ക് മോനുള്ളത് സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിട്ട് മോൾക്ക് ഇത് മതി, നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ക്യാരക്ടർ തൊട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ വളരെ വോക്കലായി സംസാരിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പം ഈ ഒരു കറണ്ട് സെനാരിയോയിൽ യു ഹാവ് ബീൻ സ്പീക്കിംഗ് ഫോർ അസ് വിമൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് എ വൈൽ. സോ ടെൽ മീ ലൈക്ക് അതൊരു വലിയ കോൺഫ്ലിക്റ്റ് സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബാൻ ചെയ്യാതിരിക്കാം. ഇത് സംസാരിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്താ ഉണ്ടാവാൻ പോണത് എന്ന്. അതേപോലെ തന്നെ നമുക്ക് സർവൈവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജീവിക്കാൻ കാശ് വേണം, ഇതാണ് എൻ്റെ തൊഴിൽ, ആ തൊഴിൽ ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് അത് ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റ് തൊട്ടിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രാൻസ്ഫോർമേഷൻസും ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം. എങ്ങനെയുണ്ട് ചേച്ചി? ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ആദ്യം തന്നെ കേരള വിഷന് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കട്ടെ. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ നിരന്തരം പറയുന്നത് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടുന്നൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഏത് തരം സിസ്റ്റത്തിലും ചെയ്യേണ്ടുന്നൊരു കാര്യം. അപ്പോൾ നമ്മളോട് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക. സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങളുടെ മൊബിലിറ്റിയെ ഈസി ആക്കുക, അതുപോലെ തന്നെ ജെൻഡർ റോളുകളെ വെച്ച് മാറുക. ഇതാണ് പൊതുവെ സ്ത്രീകളുടെ സുഗമമായ ഒരു ജീവിതത്തിന് വേണ്ടത് എന്ന് സൊസൈറ്റിക്ക് അറിയാമെന്നുള്ള മട്ടിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആണ് നമ്മൾ അതോറിറ്റിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വിമൺ എംപവർമെൻ്റ് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് മൂന്നിനും നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ. ഇത് നോർമലി ഒരു സമരത്തിൽ എത്തിപ്പെടാതെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധ്യവും ഇവർക്കില്ല, ഈ പറയുന്നവർക്കില്ല. ഇവിടെയാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ടാസ്കിങ് ആണ് സ്ത്രീകളുടെ ഒരു മേന്മ എന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബയോളജിക്കലിയോ ഇമോഷണലിയോ ഒന്നും അങ്ങനെയല്ല, അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ട്, അല്ലാതെ സത്യത്തിൽ മൾട്ടി ടാസ്കിങ്ങിന് പറ്റുന്ന ഒരു ജീവിയൊന്നുമല്ല പെണ്ണ്. പക്ഷേ കൾച്ചറലി ഡിസൈൻ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമോഷണൽ ബർഡൻ മൊത്തം ഈ സ്ത്രീ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. അതല്ലാതെ ഒരു വലിയ കേമത്തരല്ല എന്ന് ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. സത്യത്തിൽ അതല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എക്സ്ട്രാ മൈൽസ് എടുക്കുകയാണ്. നോർമലി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അപ്പുറം എക്സ്ട്രാ മൈൽസ് എടുത്തിട്ട് നമ്മളെ പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ബേസിക് അല്ലെങ്കിൽ മിനിമം ബെയർ സാധനങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷനാണ് നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. വീട്ടിനകത്തായിക്കോട്ടെ, ഏത് ഗവേണിംഗ് സിസ്റ്റത്തിനകത്തും അതാണുള്ളത്. അത് തന്നെ മലയാളം ഇൻഡസ്ട്രിയിലും ഉണ്ട്. അത് മലയാളം ഇൻഡസ്ട്രി ആയിട്ട് മാത്രം പെട്ടെന്ന് ഒരു റാഡിക്കൽ സംഗതിയായി മാറാൻ പോകുന്നില്ല. ഇതാണ് ജനറലി സ്ത്രീകളുടെ അവസ്ഥ. അപ്പോൾ അത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത, ഒരു വർക്ക് പാറ്റേൺ ഇല്ലാത്ത, ആർക്കും ആരോടും എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടതില്ലാത്ത ഒരു ഇടം കൂടെ ആണ് എന്നുള്ളതിൻ്റെ പുറത്ത് അവിടുത്തെ സ്ട്രഗിൾ സ്ത്രീ എന്നുള്ള രീതിയിൽ കുറേയും കൂടി അധികമാണെന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു വസ്തുത. വേറൊന്ന്, ഇന്നത്തെ ഒരു കാലത്ത് നമ്മളൊരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഉള്ളതുപോലെ പറയുന്നവനെ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശ്നം ഉന്നയിക്കുന്നവർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നം ഉന്നയിക്കുന്നവരാണ് പ്രശ്നക്കാരികൾ. അല്ലാതെ അവർ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള
മിനിമം മര്യാദകളല്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഒരു കൾച്ചറിൽ ജനാധിപത്യപരമായി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതല്ല, എന്തെങ്കിലും ഉന്നയിക്കുന്ന ആളുകളെ ഹറാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു പൊതുജീവിതത്തിൽ ഹറാസ്മെൻ്റാണ് നോർമൽ ടേംസ് ആയിട്ട് മാറുന്നത്. അല്ലാണ്ട് മനുഷ്യർ വിത്ത് റെസ്പെക്റ്റ് എങ്ങനെ ഇടപെടണം എന്നുള്ള പാഠങ്ങളല്ല നമ്മൾ പരസ്പരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾ ഒതുക്കേണ്ടത്, എങ്ങനെയാണ്. അപ്പോൾ ഹറാസ്മെൻറ്റ് ഇറ്റ് സെൽഫ് ഒരു ലൈഫ് സ്റ്റൈലാണെന്ന്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്ത കുട്ടികളെ നമ്മൾ ഹറാസ് ചെയ്യുകയാണ്. നമ്മൾ ഏത് ആളും പവർ പൊസിഷനുള്ള ഒരാൾ ആദ്യം ചെയ്യുന്നത് ഹറാസ് ചെയ്യലാണ്. അപ്പോൾ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ കുട്ടികളുടെ വയലൻസ് മാത്രം നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കുട്ടികൾ ഇത് എവിടെ നിന്ന് പഠിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഒരുപാട് ഏരിയയിലേക്ക് പോകേണ്ടി വരും. നമ്മളിപ്പോൾ ബേസിക് കാര്യങ്ങളിലേക്ക് തന്നെ പോകുമ്പോൾ ഇത്തരത്തിൽ ഡീപ്പ് ഇൻ റൂട്ടഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസിനെയും കൂടെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പെരിഫറലായിട്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സിലാക്കലാണ് ഞാനൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു 100 കൊല്ലത്തേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ്. നമ്മൾ 28 തുടങ്ങിയ ഒരു സിനിമ ആദ്യത്തെ നായികനെ ഇവിടുന്ന് ഓടിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മലയാളത്തിൽ ആദ്യത്തെ ഒരു സ്ത്രീ ഡയറക്ടർ ഉണ്ടായത് 33 മറ്റോ ആണ്. അവർ നടിയായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. അവർ ആദ്യത്തെ സിനിമ കവിത എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം 47ഓളം സിനിമ ചെയ്ത ഒരു സ്ത്രീ കൂടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അങ്ങനെ എന്തുകൊണ്ട് സ്ത്രീകൾ ഉണ്ടായില്ല എന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.